ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പുകാലത്ത് ഒരു പുണ്യം ചിലപ്പോൾ പാപകരമായ വിധത്തിൽ നമ്മൾ ചെയ്ത് അതിനെ ദുരന്തഫലമുണ്ടാക്കുന്ന വിധത്തിലേക്ക് മാറ്റാനുള്ള സാധ്യതയുണ്ട്. ഭക്ഷണം വർജിക്കുന്നു, ഉപവസിക്കുന്നു, നോമ്പ് നോക്കുന്ന അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ആണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. അത് എനിക്ക് ആത്മസംതൃപ്തി തരുന്ന ചില പ്രത്യേക കാര്യങ്ങൾ എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ ഞാനങ്ങ് ചെയ്യും. ദൈവത്തിന് അവിടെ മഹത്വം കിട്ടുമോ ഇല്ലയോ എന്ന് ചിലപ്പോൾ നോക്കില്ല. നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടി നമ്മൾ ചെയ്യും. നമ്മൾ സ്വയം പീഡിപ്പിക്കും, നമ്മളോട് തന്നെ അമിതമായ കാർക്കശ്യം പുലർത്തും. നമ്മൾ ഈ ദൈവികമല്ലാത്തതിനോട് നോ പറയാനായിട്ടുള്ള ഒരു ആത്മീയ കാർക്കശ്യം നമ്മോട് തന്നെ പുലർത്തുന്നതല്ലാതെ അപകടകരമായ വിധത്തിൽ ദൈവികമായ നമുക്ക് അനിവാര്യമായ ചില കാര്യങ്ങളോട് നോ പറഞ്ഞുകൊണ്ട് പോലും നമ്മൾ ചിലപ്പോൾ നമ്മോട് തന്നെ കാർക്കശ്യം പുലർത്തുമ്പോൾ അത് ആത്മീയ വളർച്ചയ്ക്ക് ഉപകാരപ്പെടുകയില്ല. ഞാൻ ഓർക്കുകയാണ്, ഞാനൊരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ രോഗിയായ ഒരു സിസ്റ്റർ കിടപ്പുണ്ട്. ആ സിസ്റ്ററെ പരിചരിക്കാൻ വേണ്ടി സിസ്റ്ററുടെ കൂടെ നിൽക്കുന്ന മറ്റൊരു സിസ്റ്റർ എന്നെ കണ്ടപ്പം പറഞ്ഞു, അച്ഛൻ്റെ അടുക്കൽ കുറേ കാലം ശുശ്രൂഷ ചെയ്തിട്ടുള്ള ആളും മധ്യസ്ഥ പ്രാർത്ഥനയിലിരുന്നാണ് ഉദ്ദേശിച്ചത്, വചനപ്രഘോഷണമൊന്നുമല്ല, അതുപോലെ അച്ഛൻ്റെ അനുവാദത്തോടെ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉപവസിച്ചു കൊണ്ടിരുന്ന ഒരാളുമായ ആൾ ഇവിടെ ഇപ്പം കിടപ്പുണ്ട്. വളരെ അപകടകരമായ വിധത്തിലുള്ള അൾസറിൻ്റെ ഏറ്റവും രൂക്ഷമായ അവസ്ഥയിൽ ഒരു ഭക്ഷണവും കഴിക്കാനാവാതെ അതികഠിനമായ വയറുവേദനയിൽ പുളയുന്ന ഒരു സിസ്റ്റർ. അപ്പോൾ ഈ സിസ്റ്റർ എന്നോട് പറഞ്ഞു, അച്ഛനൊന്ന് മുറിയിലേക്ക് വരുമോ? ഞാൻ ചെന്നു. കണ്ടപ്പോഴെനിക്ക് ആളെ മനസ്സിലായി. എന്നെ കണ്ട ഉടനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഇത്രമാത്രമൊക്കെ പരിത്യാഗങ്ങൾ ഏറ്റെടുത്തിട്ടും ഈശോയ്ക്ക് വേണ്ടി സഹിച്ചിട്ടും ഉപവസിച്ചിട്ടും ഇറച്ചി, മീൻ, മുട്ട, പാല് ഇതെല്ലാം പരിപൂർണമായി ഉപേക്ഷിച്ചിട്ടും ദൈവം എന്തുകൊണ്ട് എന്നെ ഈ സഹനത്തിന് എറിഞ്ഞു കൊടുത്തിരിക്കുന്നു എന്ന് ചോദ്യം. രോഗത്തിൻ്റെ വേദന നമുക്കാർക്കും താങ്ങാനാവുന്നതോ ഇഷ്ടമുള്ളതോ അല്ല. രോഗത്തിൻ്റെ വേദന വരുമ്പോൾ വരട്ടെ ആ രോഗത്തിൻ്റെ വേദന ഇഷ്ടമാണ് എന്ന് പറഞ്ഞു എൻജോയ് ചെയ്തുകൊണ്ട് രോഗവേദനകൾ സഹിക്കുന്നവർ ഞാൻ ആദ്യം കണ്ടിട്ടില്ല. അങ്ങനെയുള്ളവരുണ്ടായിരുന്നിരിക്കാം, വിശുദ്ധരായിട്ടുള്ളവർ. പക്ഷേ ഈ സിസ്റ്ററെ സംബന്ധിച്ച് രോഗത്തിൻ്റെ വേദനകൾ, അൾസറിൻ്റെ ഫലമായ അതികഠിനമായ വയറുവേദനയും ഭക്ഷണം കഴിക്കാൻ പറ്റാത്തപ്പോൾ ഉണ്ടാകുന്ന ക്ഷീണങ്ങളെല്ലാം കൂടെ സിസ്റ്ററിനെ വലിയൊരു ദുഃഖത്തിലേക്കും മാനസികമായ മനസ്സിടിവ് എന്ന് പറയുന്ന ഡിപ്രഷനിലേക്ക് നയിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ ഈ സിസ്റ്ററോട് എൻ്റെ അടുക്കൽ നിന്ന് അവിടെ അടുത്തുള്ള കസേരയിൽ ഇരുന്നുകൊണ്ട് കുറേ നേരം പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ ഈ വേദന മാറാൻ വേണ്ടിയാണോ അച്ഛൻ പ്രാർത്ഥിക്കുന്നത്? ഞാൻ പറഞ്ഞു, അല്ല. സിസ്റ്ററോട് തന്നെ കാർക്കശ്യം പുലർത്തിയപ്പോൾ എന്തിനാണ് അതങ്ങനെ ചെയ്തത്? ഈശോ പറഞ്ഞ വചനം യോഹന്നാൻ 17:19, അവർ സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞു. അത് ഈശോ തൻ്റെ പിതാവിൻ്റെ പദ്ധതി പ്രകാരമുള്ള ബലിയർപ്പണത്തെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. ആ ബലിയർപ്പണത്തിലൂടെ തനിക്ക് ഉള്ള ശാരീരിക സഹനത്തെക്കാൾ ഉപരിയായിട്ട് ഒരു ആത്മീയ സഹനം, അത് പിന്നീട് നമ്മൾ ചിന്തിക്കും. ആ സഹനാനുഭവത്തിലൂടെ കടന്നു പോകാൻ ഇഷ്ടമില്ല പിതാവേ എന്ന് പറഞ്ഞതാണ് ഗെത്സമനയിൽ വെച്ച് നടന്നത്. അപ്പോൾ ഈശോ ആ സഹനത്തിലൂടെയൊക്കെ കടന്നുപോയത് സ്വയം വിശുദ്ധീകരണത്തിൻ്റെ ഭാഗം, മനുഷ്യ നിലയ്ക്കുള്ള ഒരു സ്വയം വിശുദ്ധീകരണത്തിൻ്റെ ഭാഗം, യോർദാൻ മാമോദിസ സ്വീകരിക്കുന്ന സ്വയം എളിമപ്പെടുത്തലിൻ്റെ ഭാഗം, അങ്ങനെയൊക്കെയുള്ള സംഭവത്തിലൂടെ കടന്നു പോകുന്നത് അനേകം പേര് അല്ലെങ്കിൽ എല്ലാവരും രക്ഷിക്കപ്പെടേണ്ടതിനായിട്ടാണ്. സിസ്റ്റർ ഈ ഉപവസിച്ചതും പ്രാർത്ഥിച്ചതും ആരെ പ്രീതിപ്പെടുത്താനായിരുന്നു? സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നോ? താന് ഇങ്ങനെയൊക്കെ ഉപവസിക്കുമ്പോൾ, തന്നോട് തന്നെ കാർക്കശ്യം പുലർത്തുമ്പോൾ, ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടതാണോ അല്ലയോ, ദൈവേഷ്ടപ്രകാരമാണോ ചെയ്തതെന്ന് ആലോചിച്ചായിരുന്നോ? ആത്മപിതാക്കന്മാരുടെ ആലോചന ചോദിച്ചോ? അപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞു,
ഞാൻ അച്ഛൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ വേറൊരു ധ്യാന കേന്ദ്രത്തിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ധ്യാന ഗുരുവിനോട് ഞാൻ സംസാരിച്ചു. അദ്ദേഹത്തിന് ആത്മീയ ശക്തി കുറഞ്ഞയാളും ആത്മീയ കാര്യങ്ങളിൽ അധികം താല്പര്യമില്ലാത്ത ഭൗതികമായ അഡ്മിനിസ്ട്രേഷൻ ശ്രദ്ധിക്കുന്ന ആളുമായിരുന്നുകൊണ്ട് എൻ്റെ ഉപവാസത്തെ, എൻ്റെ ഈ ആത്മീയ നടപടിക്രമങ്ങളെ മുഴുവനും തള്ളിപ്പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ക്രമമായി ഭക്ഷണം കഴിക്കണം, ആഴ്ചയിൽ ഒരു ദിവസം ഉപവസിച്ചാൽ മതിയെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് പോന്നു. പിന്നെ എന്നെ വേറെ ഒരു കോൺവെൻറ്റിലേക്കും അധികാരികൾ വിട്ടില്ല. പിന്നെ ഞാൻ എൻ്റെ കോൺവെൻറ്റിൽ തന്നെ നിന്നു. ഞാൻ ചോദിച്ചു, ആ കാലഘട്ടത്തിൽ ദൗത്യങ്ങൾ നിർവഹിച്ചോ? ഉപവസിക്കുമ്പോഴും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പരിത്യാഗങ്ങളിലേക്ക് പോകുമ്പോഴും എന്നെ ഏൽപ്പിക്കുന്ന ചില ശുശ്രൂഷകൾ അല്ലെങ്കിൽ ചില ജോലികൾ അങ്ങനെയുള്ളത് അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു, ഞാൻ ഇങ്ങനെയൊക്കെ ഉപവസിക്കുന്നത് കൊണ്ട് ഞാൻ വലിയ ക്ഷീണത്തിലായിരുന്നതുകൊണ്ടും അപ്പോൾ ക്ഷീണിച്ച് ജോലി ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും ഞാൻ ചെയ്തില്ല. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കാനായിട്ടുള്ള ക്വാളിഫിക്കേഷനുള്ള ആളായിരുന്നിട്ടും പഠിപ്പിക്കാൻ താല്പര്യമില്ല. നമ്മുടെ അനുദിന കർത്തവ്യങ്ങൾ, ഒരു കുടുംബനാഥ കുടുംബത്തിൽ ഭക്ഷണം പാകം ചെയ്യുന്നു, കുടുംബം നന്നായിട്ട് വീടൊക്കെ നന്നായിട്ട് സൂക്ഷിക്കുന്നു, കുടുംബനാഥൻ അധ്വാനിക്കുന്നു, വീട്ടിൽ ഭാര്യയെ സഹായിക്കുന്നു, മക്കളെ വളർത്താൻ സഹായിക്കുന്നു, അതുപോലെ ഷോപ്പിങ്ങിന് പോകുന്നു, അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് തന്നെ വേണം ഉപവസിക്കാൻ, നമ്മുടെ തന്നെ കാർക്കശ്യം പുലർത്താൻ, അല്ലെങ്കിൽ പ്രാർത്ഥനകൾ ചെയ്യാൻ. ഇതിൻ്റെ പേരിൽ ഉത്തരവാദിത്വ നിർവഹണത്തിൽ വീഴ്ച വരുത്താൻ പാടില്ല. ഇതിൻ്റെ പേരിൽ ഉത്തരവാദിത്വ നിർവഹണത്തിൽ വീഴ്ച വരുത്തിക്കൊണ്ട് നമ്മൾ പുണ്യം ആർജിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഈ സിസ്റ്റർ അന്ന് ഒരു മണിക്കൂർ തന്നെ ഞാൻ സിസ്റ്ററോട് സംസാരിച്ചു. അത് മുഴുവൻ ഞാനിവിടെ പറയുന്നില്ല. സിസ്റ്റർ സ്വയം പീഡിപ്പിച്ച് സ്വയം വേദന സഹിച്ച് രോഗിയായി മാറി. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ ശരീരം ദൈവത്തിൻ്റെ ആലയമായിട്ട് നിലനിൽക്കേണ്ടതാണ്. ഈ ശരീരത്തെ നശിപ്പിച്ചുകൊണ്ടല്ല ഉപവസിക്കുകയും പരിത്യാഗങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യേണ്ടത്. ശരീരത്തെ അമിതമായി ദൈവികമല്ലാത്ത വിധത്തിൽ സുഖിപ്പിക്കുന്ന സ്വഭാവത്തിൽ മോചനം പ്രാപിക്കണം. അനിവാര്യമായത് അപകടകരമല്ലാത്ത വിധത്തിൽ മാത്രം അതിനോട് നോ പറയാം. അനിവാര്യമായ ചില കാര്യങ്ങൾ അപകടകരമല്ലാത്ത വിധത്തിൽ അതിനോട് നോ പറയാവുള്ളൂ. ഭക്ഷണം അനിവാര്യമാണ്. ചിലപ്പോൾ മീനും ഇറച്ചിയും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ചില പോഷക ആഹാരത്തിൻ്റെ ഭാഗമായി ചിലർക്ക് സ്വീകരിക്കേണ്ടി വരുമായിരിക്കും. അത് അനിവാര്യമായ ആ കാര്യത്തോട് അപകടകരമല്ലാത്ത വിധത്തിലാണ് നോ പറയേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ നോമ്പ് ഒരു അപകടത്തിലേക്ക് നമ്മെ നയിച്ചു എന്ന് വരാം. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ അങ്ങനെയൊക്കെ ചില പരിത്യാഗങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട ചില സുഖങ്ങൾ നമ്മൾ താലോലിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം. അതിന് ഉദാഹരണം ഞാൻ പറയാം. ഒരു ഭക്തൻ, ഒരു വിശ്വാസി, അയാൾ പൂർണ്ണമായിട്ട് ഇറച്ചിയും മീനും മുട്ടയും ഒക്കെ ഉപേക്ഷിച്ചു. ജീവിതം തുടങ്ങി. ഒരു ദിവസം വീട്ടിലെ ഭക്ഷണം രുചികരമല്ലായിരുന്നു. ഭാര്യയ്ക്ക് അയാളുടെ ഇഷ്ടപ്പെട്ട കറി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ല. അയാൾ വല്ലാതെ പൊട്ടിത്തെറിച്ചു, കോപിച്ചു, മോശമായിട്ട് പ്രതികരിച്ചു. രോഗിയായ ഭാര്യ മാത്രമല്ല, സ്ത്രീകൾക്ക് അവരുടേതായിട്ടുള്ള ശാരീരികമായ ചില അവസ്ഥകൾ കടന്നു പോകുമ്പോൾ അവരുടെ മൂഡ് സ്വിങ് എന്ന് പറഞ്ഞൊരവസ്ഥ ഉണ്ടാകാം. അവർ നല്ല മൂഡിലല്ലാത്ത ശാരീരിക അവസ്ഥയിലായിരുന്ന സ്ത്രീ സഹജമായ ചില അനുഭവങ്ങൾ കടന്നു പോയിരുന്ന സമയത്ത് ഭർത്താവിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് ആരോഗ്യം അനുവദിക്കാത്തതുകൊണ്ടാണ് ഈ ഭക്ഷണം കൊടുത്തത്, കറി. അതിൻ്റെ പേര് പൊട്ടിത്തെറിച്ച ഭർത്താവിനോട് വളരെയേറെ വേദനയോടുകൂടി പ്രതികരിച്ചു. അത് ഭർത്താവിനെ വല്ലാതെ മുറിവേൽപ്പിച്ചു. അയാൾ ഭക്ഷണം എടുത്ത് ഒരൊറ്റ ഏറ്, ഈ ഭക്ഷണവും കറിയെല്ലാം എടുത്ത് എറിഞ്ഞത് ആ ഭക്ഷണ മുറിയിൽ ഭിത്തിയിലൊക്കെ പോയി അടിച്ച് പാത്രം നിലത്ത് വീണു. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഇയാൾക്ക് അയാളോട് തന്നെ ദേഷ്യം വന്ന് അയാളെ ഗ്ലാസ് എടുത്ത് ഭിത്തിക്കിട്ടെറിഞ്ഞു. അത് പൊട്ടി നിലത്ത് വീണു. ഭാര്യ അനങ്ങിയില്ല. അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞ് ഭാര്യ അയൽവക്കത്തേക്ക് പോയി. ഈ ഭാര്യ പിന്നെ വീട്ടിൽ തിരിച്ച് കയറുന്നില്ല. വൈകുന്നേരമായിട്ട് അയൽവക്കത്തെ സ്ത്രീ ഇയാളോട് വന്ന് സംസാരിച്ചു. ആ സ്ത്രീ വീട്ടിലേക്ക് കയറി വരുന്ന വഴിക്ക് പൊട്ടിയ ഗ്ലാസ് കാലിൽ മുറിവേറ്റു. അപ്പോൾ അവളുടെ ഭർത്താവ് വന്ന് ഇവളെ കൂട്ടിക്കൊണ്ട് ആശുപത്രിയിലേക്ക് പോയി. കാരണം കാര്യമായിട്ട് മുറിവേറ്റിരുന്നു. പൊട്ടിക്കിടന്ന കാര്യം അറിഞ്ഞില്ല, ഗ്ലാസ് പൊട്ടിക്കിടന്ന കാര്യം. അങ്ങനെയാണ് വികാരിച്ചൻ കാര്യം അറിഞ്ഞത്. വികാരിച്ചൻ ഈ ആളോട് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടുക്കൽ എത്തിച്ചു. ഞാൻ പറഞ്ഞു, ഇതിൻ്റെ അകത്ത് എവിടെയാണ് പൊണ്ണിയിരിക്കുന്നത്? എന്തിനാണ് ഇറച്ചിയും മീനും മുട്ടയൊക്കെ ഉപേക്ഷിച്ച് ഉപവസിച്ചത്? ആരെ സംതൃപ്തിപ്പെടുത്താനാണ്?
അത് വേണ്ട എന്ന് വെക്കുമ്പോൾ കിട്ടുന്ന ഭക്ഷണം കഴിച്ച് സംതൃപ്തി അടയേണ്ടതല്ലേ? അതിന് കുറ്റം പറയുമ്പോൾ ആ നേടിയ പുണ്യം ഒന്നും പുണ്യമല്ലായിരുന്നു. നമ്മുടെ ഉള്ളിൽ പുണ്യം ആർജിച്ചതിൻ്റെ യാതൊരു സ്വഭാവവും കാണുന്നില്ല, നമ്മിൽ കാണുന്നില്ല. ആ മനുഷ്യൻ മാനസാന്തരപ്പെട്ടു. പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും ഭക്ഷണത്തെ പ്രതി ആരെയും കുറ്റം പറയുന്ന സ്വഭാവം അയാൾക്കില്ലാതായി. നമുക്ക് നമ്മുടെ സ്വന്തം ഇഷ്ടം അനുസരിച്ചുള്ള പരിത്യാഗ പ്രവൃത്തികൾ എടുക്കുന്ന സ്വഭാവം, അനുദിന ജീവിതത്തിൽ വരുന്ന സഹനങ്ങൾ ഏറ്റെടുക്കാൻ മടി കാണിച്ചുകൊണ്ട്, എന്നാൽ ഇതുപോലുള്ള നാം തന്നെ തിരഞ്ഞെടുത്ത് കുറേ പരിത്യാഗങ്ങൾ ഏറ്റെടുക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ തിരുത്താം. അതിന് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഞങ്ങളുടെ സ്വന്തം ഇഷ്ടമനുസരിച്ച് സ്വാർത്ഥ താല്പര്യം അനുസരിച്ചുള്ള പരിത്യാഗങ്ങളല്ല, എന്നാൽ അങ്ങയുടെ ഹിതമനുസരിച്ച് അനുദിന ജീവിതത്തിലുണ്ടാകുന്ന സാധാരണ സഹനാനുഭവങ്ങൾ, ദുരിതങ്ങൾ, അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങനെ ഈ നോമ്പ് കാലം ഫലദായകമാക്കുവാനായിട്ടുള്ള ആശീർവാദം അങ്ങ് നൽകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.